ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പോൾ നമ്മൾ ആ ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ കുറച്ച് എക്സസൈസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ എണ്ണം ഒരുപാട് എക്സസൈസ് ഉണ്ട്. അപ്പോൾ ചിലതൊക്കെ സെയിം റിപ്പീറ്റ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഞാനത് ഒരു PDF ആക്കി നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങളത് ചെയ്തു നോക്കുക. കിട്ടാത്തതോ സംശയമുള്ള ഭാഗം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് അതിൽ തന്നെ ആ മൊഡ്യൂളിലുള്ള 2 ചാപ്റ്ററുകളാണുള്ളത്. അതിൽ രണ്ടാമത്തെ ചാപ്റ്ററാണ് ചേഞ്ച് ഓഫ് വേരിയബിൾ. ഓക്കെ, ചേഞ്ച് ഓഫ് വേരിയബിൾ ആദ്യത്തേൽ നമ്മൾ PDF എന്താണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആവാൻ വേണ്ട എന്താ പറയുക പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നൊക്കെ കാര്യങ്ങളാണ് അത് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വേരിയബിളിൻ്റെ ചേഞ്ച് എന്ന് വെച്ചാൽ ചേഞ്ച് ഓഫ് വേരിയബിൾ ടെക്നിക് ഈസ് എ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ. ഒരു റാൻഡം വേരിയബിളിൻ്റെ എന്താ പറയുക ചേഞ്ചിങ് വേരിയബിൾ, അതായത് ഇപ്പോൾ എക്സിലാണെങ്കിൽ അതിനെ y എന്ന വേരിയബിളിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്. ദിസ് ടെക്നിക് വിൽ പ്രൊവൈഡ് എ കോമ്പാക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇറ്റ് വിൽ റിലേറ്റീവ്ലി ഈസി ടു കമ്പ്യൂട്ട് മീൻ വാരിയൻസ് എക്സെട്ര. ഓക്കെ, നമ്മൾ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനിലെ വേരിയബിളുകളെ എന്തിലേക്ക് മാറ്റുകയാണ്, മറ്റൊരു വേരിയബിളിലേക്ക് മാറ്റുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്, മീനും വാരിയൻസും ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. സപ്പോസ് ദാറ്റ് ദ റാൻഡം വേരിയബിൾ എക്സ് ടേക്സ് ഓൺ 3 വാല്യൂസ്. എക്സിൻ്റെ വാല്യൂസ് എടുക്കുമ്പോൾ കിട്ടുന്ന പ്രോബബിലിറ്റിയാണ് തന്നിരിക്കുന്നത്. -1 ആകുമ്പോൾ 11/32, എക്സിൻ്റെ വാല്യൂ 0 എടുക്കുമ്പോൾ 16/32, എക്സിൻ്റെ വാല്യൂ 1 എടുക്കുമ്പോൾ 5/32. ലെറ്റസ് ട്രാൻസ്ഫോം ദ റാൻഡം വേരിയബിൾ എക്സ് ബൈ ടേക്കിംഗ് y = 2x + 1. അതായത് ഇനി എല്ലാം എന്തിൽ കാണാൻ പോവാണ്, വൈയുടെ ടേംസിൽ കാണുമ്പോഴുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ദ റാൻഡം വേരിയബിൾ y ഓൾസോ ടേക്കൺ ഇൻ ദി വാല്യൂസ്. അതായത് എക്സിന് നിങ്ങൾ എന്താണ് കൊടുത്തത്, -1 കൊടുക്കുമ്പോൾ y എന്താ വരിക എന്ന് ഇവിടെ കൊടുക്കാം. എങ്ങനെ നോക്കിയേ, അപ്പോൾ ഇതൊക്കെ എങ്ങനെ വന്നതെന്നല്ലേ നിങ്ങൾക്ക് സംശയം. അപ്പോൾ നിങ്ങൾക്ക് എക്സിന് എന്ത് കൊടുത്തിട്ടുണ്ട്, 1 എന്ന് കൊടുക്കുകയാണല്ലേ. എക്സിന് 1 എന്നല്ലേ കൊടുക്കുന്നത്, മേലേക്ക് നോക്കൂ, -1 അല്ലേ. അപ്പോൾ എക്സിന് -1 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് y = 2 × -1 + 1 എന്ന് വെച്ചാൽ എത്രയാണ്, -2 + 1 -1. അപ്പോൾ 1 കിട്ടി, കണ്ടോ. അടുത്തത് എക്സിന് 0 കൊടുക്കുമ്പോഴുള്ള y വാല്യൂ എന്ന് വെച്ചാൽ y = 1. ഓക്കെ, അതായത് ഫസ്റ്റ് പോർഷൻ 0 ആയിപ്പോയി. പിന്നെയോ എക്സിന് 1 കൊടുക്കുമ്പോൾ, അതായത് എക്സിന് 1 കൊടുക്കുമ്പോഴുള്ള വാല്യൂ എന്ന് വെച്ചാൽ y വാല്യൂ എന്താ വരിക, y = 2 × 1 + 1 എത്രയാണ്, 3. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഈ 3 വാല്യൂസ് വരുന്നത് കേട്ടോ, -1 1 3. ഓക്കെ, ഇനി നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു P of y = -1. P of y = -1 ആകുമ്പോഴുള്ള എക്സ് എന്ന് പറയുന്നത് വാല്യൂ -1 ആണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് P of വൈയുടെ സ്ഥലത്ത് 2x + 1 എന്ന് കൊടുത്തു. ഓക്കെ, 2x + 1 = -1. 2x + 1 = -1 എന്ന് പറയുമ്പോൾ x = എന്താ വരിക, -1. x = -1 ആകുമ്പോഴുള്ള പ്രോബബിലിറ്റി നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 11/32. അത് എഴുതി. ഇനി y = 1 ആകുമ്പോഴുള്ള പ്രോബബിലിറ്റി എത്രയെന്നാണ് കാണാൻ പോകുന്നത്. P of വൈയുടെ സ്ഥലത്ത് നമ്മൾ ഈ 2x + 1 = 1 എന്ന് കൊടുത്തു. ദാറ്റ്സ് ഈക്വൽ ടു P of ഈ 1നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 0 വരും. സോ x 0 ആകുമ്പോൾ ഉള്ളത് നമ്മളെ കയ്യിലുണ്ടല്ലോ 16/32, അതും കൊടുത്തു. P of y = 3 എന്ന് പറയുമ്പോൾ എന്താണ്, P of വൈയുടെ സ്ഥലത്ത് 2x + 1 = 3 എന്ന് കൊടുത്തു. ഓക്കെ, അതിൽ നിന്ന് x = എന്തെന്ന് കിട്ടി, 1 എന്ന് കിട്ടി. x = 1 ആകുമ്പോഴുള്ളത് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ വേരിയബിൾ ചേഞ്ച്. ഇനി x എന്ന് പറയുന്ന അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് x ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വിത്ത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ f of x = 2x, 0 > x > 1 and 0 otherwise. ഇനി ക്വസ്റ്റ്യൻ ഡിഫൈൻ y = 3x + 1. ഇനി നമുക്ക് കാണേണ്ടത് ഈ g of y എന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും അല്ലെങ്കിൽ അതിൻ്റെ PDF ഒക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ g of y ആയിട്ട് നമ്മൾ f of yയുടെ ക്യാപിറ്റൽ f of y ആണ്, f of x ആണ് ആരുടെ തന്നിരിക്കുന്നതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇനി
നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ജി ഓഫ് വൈ ആണ്. ജി ഓഫ് വൈ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് വൈ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്, പി ഓഫ് വൈ, ക്യാപിറ്റൽ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണ്. അതൊക്കെ നമ്മളെ ഡെഫിനിഷൻ തന്നെയാണ് കേട്ടോ. ദാറ്റ്സ് ഈക്വൽ ടു പി ഓഫ് വൈയുടെ സ്ഥലത്ത് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 3x + 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ വൈ. ഇനി നമുക്ക് 3x, എക്സിൻ്റെ വാല്യൂ എന്ന് മാത്രം, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എക്സ് ആണ്. എക്സ് എന്നാണ് നമ്മളെ വാരിയബിൾ. സോ അതിനെ മാത്രം അവിടെ നിർത്തിയിട്ട് മറ്റുള്ളവരെല്ലാവരും അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ y-1/3 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി കാണേണ്ടത് y-1 താഴോട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ മാക്സിമം പോകുന്നത് y-1/3 വരെയാണ്. അപ്പോൾ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 കഷ്ണങ്ങളാക്കി മാറ്റുകയാണ്. ഒന്ന് ഏത് മുതൽ ഏത് വരെ, -∞ മുതൽ 0 വരെയും, പിന്നെ 0 മുതൽ y-1/3 വരെയും കേട്ടോ. അപ്പോൾ -1 മുതൽ 0 വരെ ഉള്ളതെന്ന് പറയുന്നത് എൽസ്വേർ എന്ന് പറയുമ്പോൾ 0ക്കും 1നും ഇടയിലുള്ളതിന് 2x എന്നും, പിന്നെ എക്സിൻ്റെ വാല്യൂ ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ 0 ആണെന്നും നമ്മൾ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. സോ അതവിടെ അങ്ങ് എഴുതി 0 dx പ്ലസ് പിന്നെയോ 0 മുതൽ y-1 വരെയുള്ള, അത് നമുക്കറിയാം 0 മുതൽ 1 വരെ ഉള്ളതിൻ്റെത് എന്താണ് 2x തന്നെയാണ്. സോ 0 മുതൽ y-1/3 വരെ ഉള്ളതും എന്ത് തന്നെയായിരിക്കും 2x തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനലി എന്തെന്ന് കിട്ടി, x² എന്ന് കിട്ടി. ഓവർ ദി റേഞ്ച് 0 മുതൽ y-1/3 വരെ. ദെൻ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടൽ y-1² എന്ന് വെച്ചാൽ y-1² 9 എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ 1/9 × y-1² എന്ന് കിട്ടും. ഇപ്പോൾ ഏതിൻ്റെ വരെ റേഞ്ച്, 1 മുതൽ 4 വരെ ഉള്ളത്. അതെവിടെ നിന്നാണ് കിട്ടിയത്, y-1/3യുടെ ആൻസർ എന്ന് പറയുന്നത് 1 ആണെന്ന് എടുത്തു. മാക്സിമം വാല്യൂ 1 ആണെന്നല്ലേ നമ്മളെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്, കണ്ടോ 1 വരെയല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. യെസ്, അപ്പോൾ നമുക്ക് അതുവരെ എന്ന് എഴുതി. ദെൻ കണ്ടോ y-1/3 = 1, ദെൻ 3നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി y = 4. സോ വൈയുടെ റേഞ്ച് നമ്മൾ എഴുതണം. ഇപ്പോൾ കറസ്പോണ്ടിങ് എക്സിൻ്റെ റേഞ്ച് 0 ആകുമ്പോഴുള്ള y വാല്യൂ എന്ന് പറയുന്നത് 1ഉം, എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോഴുള്ള കറസ്പോണ്ടിങ് y വാല്യൂ എന്ന് പറയുന്നത് 4ഉം ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ആ ജി ഓഫ് വൈ, അതായത് നമ്മളെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഏതാണ് 1/9. ഈ 9 എവിടെ നിന്നാണ് കിട്ടിയെന്ന് മനസ്സിലായില്ലേ, 3² കേട്ടോ. y-1² ഈ റേഞ്ച് എഴുതണം, 1 y 4, അതർവൈസ് 0. ഓക്കെ, നെക്സ്റ്റ് എക്സ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് വിത്ത് ദ PDF f(x). ടേക്ക് ലെറ്റ് y = g of x be strictly monotonically increasing or decreasing ഫംഗ്ഷൻ ആണ്. അസ്യൂം ചെയ്യാണ് g of x എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യബിൾ ഫോർ ഓൾ x ആണ്. അങ്ങനെയാണെങ്കിൽ PDF ഓഫ് ദി റാൻഡം വേരിയബിൾ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് f(y) = എന്താണ്, f(x) × മോഡുലസ് ഓഫ് dx/dy ആണ് കേട്ടോ. എക്സ് ഈസ് റെപ്രസെൻറ്റ്, അതായത് എക്സിന് നമ്മൾ എന്തിൻ്റെ ടേംസിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്, വൈയുടെ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലായിട്ട് ചെയ്യാം നമുക്ക്. ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വിത്ത് PDF f(x). ലെറ്റ് y = x². ഫൈൻഡ് ദ PDF ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് y എന്ന് പറയുന്നത്. ലെറ്റ് എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ, ഓക്കെ, എക്സ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് വൈ ആണ്. ലെറ്റ് എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വിത്ത് PDF f(x). ദെൻ ലെറ്റ് y = x². ഫൈൻഡ് ദ PDF ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് വൈ. അതായത് PDFും കാണണം, ക്യാപിറ്റൽ f(x)ഉം കാണണം. ഓക്കെ, ആദ്യം നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിളാണ്, അതിൻ്റെ PDF എന്ന് പറയുന്നത് സ്മോൾ f(x)ഉം ആണ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ f(x)ഉം ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് y = x² എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഷുഡ് ബി ദി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് വൈ ആയിരിക്കും. ആൻഡ് അതിൻ്റെ PDF അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്മോൾ g ഓഫ് വൈയും ആയിരിക്കും. ഓക്കെ, ക്യാപിറ്റൽ G ഓഫ് വൈ കാണാൻ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ Y ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ y. ഓക്കെ,
അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ വൈയുടെ വാല്യൂ, അതായത് ക്യാപിറ്റൽ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയറിന് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് കൊടുത്തു. ദാറ്റ്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ. ഓക്കെ, പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ ആണ്. സോ അതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് റൂട്ട് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് വൈ വരെയാണ്. ഓക്കെ അല്ലേ? പിന്നെയോ അതിനെ നമുക്കറിയാം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എഫ് ഓഫ് റൂട്ട് വൈ മൈനസ് എഫ് ഓഫ് മൈനസ് റൂട്ട് വൈ എന്ന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ PDF ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനാണ് കാണേണ്ടത്. ഇതിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്ത് ഫംഗ്ഷനാണ്? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് ഫൈ ആണ് കേട്ടോ. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അതായത് കണ്ടുപിടിക്കേണ്ടത് നമ്മളെ PDF പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ G' ഈക്വൽ ടു എന്താണ്? G ഓഫ് വൈ ആണ്, സ്മോൾ g ഓഫ് വൈ ആണ്. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു F', അതായത് G ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് റൂട്ട് വൈ മൈനസ് എഫ് ഓഫ് മൈനസ് റൂട്ട് വൈ അല്ലേ. അപ്പോൾ അതിനെ രണ്ടിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ F' റൂട്ട് വൈ മൈനസ് F' മൈനസ് റൂട്ട് വൈ. അപ്പോൾ F' റൂട്ട് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഡെറിവേറ്റ് ചെയ്യുക അതിൻ്റെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആരുണ്ട്? റൂട്ട് വൈ ഉണ്ട് കേട്ടോ. അപ്പോൾ റൂട്ട് വൈയുടേത് എന്താ? 1/2 റൂട്ട് വൈ. ഓക്കെ, അപ്പോൾ F' റൂട്ട് വൈ ഇൻറ്റു അതിൻ്റെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ 1/2 റൂട്ട് വൈ. ഓക്കെ, മൈനസ് F' മൈനസ് റൂട്ട് വൈ ഇൻറ്റു മൈനസ് 1/2 റൂട്ട് വൈ. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1/√2y പുറത്തെടുത്തു. ഫൈനലി എന്ത് കിട്ടും? F' റൂട്ട് വൈ പ്ലസ് F' ഓഫ് മൈനസ് റൂട്ട് വൈ എന്ന് കിട്ടി. ഇതാണ് നമ്മളെ PDF. ഓക്കെ, PDF എന്ന് പറയുന്നത് എന്താണ്? G ഓഫ് സ്മോൾ വൈ അല്ല, സ്മോൾ g ഓഫ് വൈ. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. എ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് ഡെൻസിറ്റി ഫംഗ്ഷൻ k x² e raised to minus 2x, x greater than 0 e raised to minus x എന്നാണ്. ഓക്കെ, ഡിറ്റർമിൻ ദ k ഡ്യൂറിങ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ Y x³ ഈ ചെയ്ത അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ ആണ്. G ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്, റാൻഡം വേരിയബിൾ. അതിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് എക്സ്പെക്റ്റേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദാറ്റ് PDF. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്? സമ്മേഷൻ. അതായത് ഫംഗ്ഷൻ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സമ്മേഷൻ ഓവർ എക്സ് എന്താണ്? G ഓഫ് എക്സ് ഇൻറ്റു P ഓഫ് എക്സ് ആണ്. എക്സ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ദെൻ ഇൻ്റഗ്രൽ, അതായത് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എക്സ് G ഓഫ് എക്സ് F ഓഫ് എക്സ് DX കണ്ടിന്യൂസ് ആണെങ്കിൽ. ഓക്കെ, ആസ് ലോങ് ആസ് ദ സം ഓഫ് ദി ഇൻ്റഗ്രൽ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസാണ്, അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് കോൺസ്റ്റൻറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇഫ് എക്സ് ഈസ് എ റാൻഡം വേരിയബിൾ ആൻഡ് സി ഈസ് എ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് സി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? സി. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, വേരിയബിൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയുക, സമ്മേഷൻ എക്സ് G ഓഫ് എക്സ്, അതായത് തന്നിരിക്കുന്നതിൻ്റെ ഇൻറ്റു അതിൻ്റെ പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സമ്മ് കാണാനും ഇൻറ്റഗ്രേഷൻ കാണാനും പറ്റുള്ളൂ. ഇവിടെ വേരിയബിളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതെന്താ വരിക? സി തന്നെ ആയിരിക്കും വരിക. ഓക്കെ, അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. ലെറ്റ് എക്സ് ബി എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഹാവിംഗ് ദ PDF F ഓഫ് എക്സ് ദെൻ E ഓഫ് സി ഈക്വൽ ടു, നമ്മൾ ഡെഫിനിഷൻ പ്രകാരം തന്നെ പോവുകയാണ്. ഇൻ്റഗ്രൽ -∞ to ∞ C ഇൻറ്റു F ഓഫ് എക്സ് DX. ഓക്കെ, C ഇൻറ്റു F ഓഫ് എക്സ് DX. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു C ഇൻറ്റു ഇൻ്റഗ്രൽ, C അങ്ങ് പുറത്തെടുത്തു, ഇൻ്റഗ്രൽ ഓവർ -∞ to ∞ F ഓഫ് എക്സ് DX. നമുക്കറിയാം ഇൻ്റഗ്രൽ -∞ to ∞ F ഓഫ് എക്സ് DXൻ്റെ വാല്യൂ 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ C ഇൻറ്റു 1 എന്താണ്? C തന്നെ. രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കൂ, ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് C ഇൻറ്റു ഒരു ഫംഗ്ഷൻ. നേരത്തെ C മാത്രമായിരുന്നു, ഇപ്പോൾ ഒരു സിയും ഉണ്ട് ഇൻറ്റു ഒരു ഫംഗ്ഷൻ, അതായത് PDFും കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സീനെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. C ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് G ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, അതും നമ്മൾ ഈ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് പ്രൂഫ് ചെയ്യുന്നത്. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ ഹാവിംഗ് ദ PDF F ഓഫ് എക്സ് ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് C ഇൻറ്റു G ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? C അങ്ങ് പുറത്തെടുത്തു, G ഓഫ് എക്സ് ഇൻറ്റു F ഓഫ് എക്സ്. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താ വരിക? G ഓഫ് എക്സ് ഇൻറ്റു F ഓഫ് എക്സ് DX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്? C അങ്ങ് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് G ഓഫ് എക്സ് ആണ് കേട്ടോ.
ഓക്കെ, നെക്സ്റ്റ് മൊമെൻ്റ് എന്താണെന്ന് നോക്കാം. ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് മൊമെൻ്റ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ ദ ആർത്ത് റോ മൊമെൻറ്റ് എബൌട്ട് ദ വാല്യൂ സേ എക്സ് നോട്ട്. അതായത് മൊമെൻ്റ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് റെസ്പെക്ട് ടു എ നമ്പർ, ഒരു നമ്പറിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്, അതായത് എക്സ് നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഒരു വാരിയബിൾ വാല്യൂവിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണുന്നതിനെയാണ് റോ മൊമെൻ്റ് എന്ന് പറയുക. ഓക്കെ, നേരത്തേന് ജസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ റോ മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊമെൻറ്റ്, അതായത് റോ മൊമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വാല്യൂ എക്സ് നോട്ട്. ഓക്കെ, അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ഓൾ റേസ് ടു ആറ്. ആർത്ത് റോ മൊമെൻ്റ് ആണെങ്കിൽ 6, ഫസ്റ്റ് റോ മൊമെൻ്റ് ആണെങ്കിൽ 1, സെക്കൻഡ് റോ മൊമെൻ്റ് ആണെങ്കിൽ 2, അങ്ങനെ. ഓക്കെ, അങ്ങനെ കാണാനുള്ള എക്സ്പെക്റ്റേഷൻ കാണാൻ നമ്മൾ തൊട്ട് മേലെ പഠിച്ചല്ലോ, എന്താണ് ആ വാല്യൂ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. ഇവിടെ ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് എക്സ് മൈനസ് എക്സ് നോട്ട് റേസ് ടു 6 ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇഫ് എക്സ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എക്സ് മൈനസ് എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, പിന്നെന്താ വരുന്നത്, എക്സ് നോട്ട് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. ദെൻ ഒറിജിൻ ആണെങ്കിൽ ഏത് ടേം ഉണ്ടായിരിക്കില്ല, എക്സ് റേസ് ടു 6 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നായിരിക്കും വരിക കേട്ടോ. അതാണ് പിന്നെ എഴുതിയിരിക്കുന്നത് മ്യൂ ആർ ഡാഷ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റേസ് ടു 6, അതായത് എക്സ്പെക്റ്റേഷൻ സമ്മേഷൻ ഓവർ എക്സ് റേസ് ടു 6 ഇൻറ്റു പി ഓഫ് എക്സ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എക്സ് റേസ് ടു 6 പി എഫ് ഓഫ് എക്സ് ഡി എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂസ്, അതായത് 6ന് 1, 2, 3, 4 ഒക്കെ കൊടുത്താലുള്ള എക്സ്പെക്റ്റേഷൻ വാല്യൂ ജസ്റ്റ് എഴുതുന്നു എന്നുള്ളൂ കേട്ടോ. അതായത് മ്യൂ വൺ ഡാഷ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് തന്നെയാണ്, അതായത് മീൻ തന്നെയാണ്, നമ്മളെ സ്റ്റാൻഡേർഡ് റാൻഡം വാരിയബിളിൻ്റെ മീനിനെ തന്നെയാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, അതായത് ഫസ്റ്റ് റോ മൊമെൻ്റ് എന്ന് പറയാം. അതിന് സിംപ്ലി മ്യൂ തന്നെയാണ് ഡിനോട്ടും ചെയ്യൽ. ഇനി 6ന് 2 കൊടുക്കുമ്പോൾ മ്യൂ ടു ഡാഷ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ്, അത് വാരിയൻസ് ആണ് വരിക കേട്ടോ. പിന്നെ 3 കൊടുക്കുമ്പോൾ മ്യൂ 3 ഡാഷ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ക്യൂബാണ് വരിക. മ്യൂ 4 ഡാഷ് എന്ന് പറയുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റേസ് ടു 4. അങ്ങനെ നമുക്ക് എത്രേൻ്റെ റോ മൊമെൻറ്റ് വേണമെങ്കിലും കണ്ടുപിടിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൻട്രൽ മൊമെൻ്റ് ആണ്. എന്താണ് സെൻട്രൽ മൊമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ആർത്ത് സെൻട്രൽ മൊമെൻറ്റ് ഓർ മൊമെൻറ്റ് എബൌട്ട് ദെയർ എക്സ്പെക്റ്റഡ് വാല്യൂ ഈസ് ഡിഫൈൻഡ് ആസ് മ്യൂ ആർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ. അതായത് നമ്മൾ നേരത്തെ റോ മൊമെൻറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂ എക്സ് നോട്ടിന് എടുത്തിട്ടല്ലേ വിത്ത് റെസ്പെക്ട് ടു ചെയ്തത്. ഇവിടെ ആ പർട്ടിക്കുലർ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ മീൻ തന്നെയായിരിക്കും. മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് തന്നെ, അല്ലെങ്കിൽ മീൻ എന്ന് പറഞ്ഞാൽ മ്യൂ തന്നെ. ഓക്കെ, അതായത് മ്യൂ ആർ എന്നാണ്, അപ്പോൾ ഡാഷ് ഇല്ല എന്ന് ആലോചിക്കുക. അപ്പോൾ മ്യൂ ആർ ഈക്വൽ ടു എന്താ വരിക, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് റേസ് ടു 6. ഓക്കെ, ആറിൻ്റെ വാല്യൂ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ്, 0, 1, 2, 3 എക്സെട്ര. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ റേസ് ടു 6 എന്ന് വരുന്നു. ദാറ്റ്സ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് മൈനസ് മ്യൂ റേസ് ടു 6 എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ റേസ് ടു 6 പി ഓഫ് എക്സ് ഇഫ് എക്സ് ഈസ് ഡിസ്ക്രീറ്റ്. ഇനി ഇൻ്റഗ്രൽ ഓവർ എക്സ് മൈനസ് മ്യൂ റേസ് ടു 6 പി എഫ് ഓഫ് എക്സ് ഡി എക്സ്. എക്സ്പെക്റ്റേഷൻ ഓഫ് 6 എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഡിസ്ക്രീറ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും ഇത് നേരത്തേലാണെങ്കിൽ ഈ എക്സ് നോട്ട് 0 ആവുമ്പോൾ ആ വാല്യൂ അങ്ങ് പോവും. ഇത് 0 അല്ല, ഇവിടെ എന്താണ് മീൻ ഉണ്ടായിരിക്കും കേട്ടോ. ദെൻ നമ്മൾ 6ന് 1 കൊടുക്കുമ്പോൾ മ്യൂ 1 എന്ന് പറയും. മ്യൂ 1 ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, രണ്ടും 0 വന്നുകൊണ്ട് അല്ല, ഇ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് വന്നുകൊണ്ട് 0 എന്ന് കൊടുത്തു. ഇനി 6ന് 2 കൊടുക്കുമ്പോൾ മ്യൂ 2 ആണ് വരിക. ദാറ്റ്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് സ്ക്വയർ. ദിസ് ഈസ് കോൾഡ് ദ വാരിയൻസ്. അതായത് ഞാൻ മ്യൂ 2 എന്ന് പറയുന്നത് എന്താണ്, വാരിയൻസ് ആണ്. അതിനെ സിംപ്ലി ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ സ്ക്വയർ അല്ലെങ്കിൽ വി ഓഫ് എക്സ് എന്നൊക്കെയാണ്. 6ന് 3 കൊടുക്കുമ്പോൾ മ്യൂ 3 എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് ക്യൂബ്. ഇ ഓഫ് എക്സിൻ്റെ വാല്യൂ മ്യൂ കൊടുത്താലും തെറ്റില്ല കേട്ടോ. അപ്പോൾ 6ന് 4 കൊടുക്കുമ്പോൾ മ്യൂ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് ഇ ഓഫ് എക്സ് റേസ് ടു 4. വി ക്യാൻ നോട്ട് ദാറ്റ് മ്യൂ നോട്ടിൻ്റെ വാല്യൂ 1ഉം മ്യൂ 1ൻ്റെ വാല്യൂ എന്തുമാണ് 0യുമാണെന്ന് നമുക്കിപ്പോൾ റിസൾട്ടായിട്ട് എപ്പോഴും നിങ്ങളെ മൈൻഡിൽ വേണ്ടത് മ്യൂ നോട്ട്, അതായത് 6ന് 0 കൊടുക്കുമ്പോഴുള്ള വാല്യൂ 1ഉം 6ന് 1 കൊടുക്കുമ്പോഴുള്ള വാല്യൂ 0യുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യം കൂടി പറയാം കേട്ടോ.